വിദ്യാസാഗർ, എനിക്ക് തോന്നുന്നത് ഇക്കുറിയും തിരക്ക് തന്നെയായിരിക്കും വലിയ ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത്. മാത്രമല്ല, ഇപ്പം ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ആധാർ കാർഡിൻ്റെ കോപ്പിയുമായിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പരിശോധിക്കുമോ അതോ വെറുതെ ഒരു അലങ്കാരത്തിന് പറഞ്ഞു വെക്കുന്നതാണോ? മാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് അതും വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു അയ്യപ്പ ഭക്തന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 മിനിറ്റെങ്കിലും അല്ലേ ചിലവാക്കേണ്ടി വരില്ലേ ഇതിനു വേണ്ടി? ഇപ്പോൾ നോക്കൂ, തിരക്ക് എന്തായാലും ഉണ്ടാവും, അത് വർദ്ധിക്കുകയുള്ളൂ. അത് നിയന്ത്രിക്കാനുള്ള സൗകര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കുക. ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നില്ല അത് സാധ്യമാവുമെന്ന്. അതായത് ഫീസിബിൾ അല്ലാത്ത ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്ന കുറെ മണ്ടന്മാര് ഈ സർക്കാരിന്റെ ചുറ്റുമുണ്ട്. ആധാർ കാർഡ് പരിശോധിക്കാൻ തന്നെ ഒരാൾക്ക് 1/2 മിനിറ്റ് വെച്ചെടുത്താൽ പോലും എത്ര മണിക്കൂർ പോകുന്നറിയാം. പിന്നെ ഇതൊക്കെ വെറുതെ അനാവശ്യമായി തിക്കും തിരക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിൽ നമ്മളെ കാണാത്ത മറ്റൊരു വശം പറയാം. അതായത് ശബരിമലയിലെ എന്തുകൊണ്ട്, ഞാൻ കുറെ കാലമായിട്ട് ഇത് വിചാരിക്കുന്നു, എന്തുകൊണ്ട് ഇത്രയൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും ശബരിമലയിൽ മാത്രം വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അനിൽജി നോക്കിക്കോളൂ, വരും വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ പല വലിയ വമ്പൻ ആഗോള മുതലാളിമാരും ശബരിമലയ്ക്ക് ഓഫറുമായിട്ട് വരും. ഏതായാലും ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, സംവിധാനം തകരാറിലാണ്, വേണ്ടത്ര മൂത്രപ്പുരയില്ല. ഇപ്പൊ ഗാന്ധി ഭവനിലൊക്കെ ബിൽഡിംഗ് കെട്ടിക്കൊടുത്ത മുതലാളിമാരുണ്ടല്ലോ, അവര് രംഗത്ത് വരും. അല്ലെങ്കിൽ സർക്കാർ അത്തരത്തിലൊരു ഓപ്പൺ പോൾ കൊടുക്കും. ആരാണോ ഇത്, കാരണം അവർ ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഭാഷ്യം ശബരിമല ഒരു മതേതര ക്ഷേത്രമാണെന്നാണ്. അപ്പൊ അടുത്ത് എന്താ വരാൻ പോകുന്നത്? ഡോണേഴ്സ് രംഗത്ത് വരും, വലിയ വലിയ ഡോണേഴ്സ്. അതായത് കൈവരി കെട്ടിക്കൊടുക്കാനും മികച്ച 5 സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും വലിയ ഡോണേഴ്സിനെ ഇതേ സർക്കാർ വിളിച്ചു വരുത്തും. നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ഈ പറയുന്ന വാക്ക് ഒരു ഭവിഷ്യവാണിയാണ്. അത് വിളിച്ചുകൊണ്ടുവരും. എന്നിട്ട് എന്ത് സംഭവിക്കും? അപ്പൊ അവർക്ക് ശബരിമലയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു സേ ഉണ്ടാക്കി കൊടുക്കും വിധം ഒരു സമ്പൂർണ്ണ മതേതര ടൂറിസം കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാൻ വേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ഇത്രയും സമർത്ഥരായ ഉദ്യോഗസ്ഥരുണ്ടായിട്ട് പോലും ഈ കണ്ട വർഷങ്ങൾ മുഴുവൻ ഈ പാപം, കൊടിയ പാപം അയ്യപ്പന്മാരോട് ചെയ്യുന്നത്. ഇപ്പോ കൃപാസനം എന്ന് പറയുന്ന അത്ഭുത വിദ്യകൾ കാണിക്കുന്ന സ്ഥലത്തേക്ക് KSRTC ഫ്രീ ആയി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിന് പോകുമ്പോൾ 30% കിഴിവാണ് KSRTCയിൽ. ശബരിമലയിൽ ഓരോ സീസണിലും 4 ഇരട്ടി 5 ഇരട്ടി പൈസ വർദ്ധിപ്പിക്കുകയാണ്. ബസ്സുകൾ കുറവുമാണ്. കുത്തിത്തിരുക്കി കൊണ്ടുവന്ന് കണ്ടാൽ തോന്നും കൊല്ലാൻ കൊണ്ടുപോകാൻ തോന്നും. കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, മൊബൈൽ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയാണ് ഓരോ ബസ്സും നീങ്ങുന്നത്. സ്വന്തം വാഹനങ്ങൾ അവിടെ വരാൻ പാടില്ല, ദൂരെ ദൂരെ പാർക്ക് ചെയ്തോളണം. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള സംഘടനകൾ കുറെ കൂടെ ശേമുഷി കാണിച്ചാൽ ധൈര്യമായിട്ട് ഉല്ലംഘിച്ചുകൊണ്ട് നമ്മൾ ബസ്സുകൾ ഇറക്കി നിലയ്ക്കൽ നിന്ന് ഞങ്ങൾ ഓടിക്കും, ഒരു സംഘർഷം ഉണ്ടായാൽ പോലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നടത്താൻ തയ്യാറായാൽ സർക്കാർ തീർച്ചയായിട്ടും ജനങ്ങൾ ഈ സംഘടനകൾ കൂടെ നിൽക്കുമല്ലോ. കാരണം ഭക്തന്മാർക്ക് വേണ്ടിയാണ്. ഏറ്റവും ചുരുങ്ങിയത് ആന്ധ്ര, തമിഴ്നാട്, കർണാടകം, കേരളം, ഈ 4 സംസ്ഥാനങ്ങൾ, ഇപ്പൊ 5 സംസ്ഥാനമായി അല്ലെ, ആന്ധ്ര 2 5 സംസ്ഥാനങ്ങളിലെ ഭക്തജനങ്ങൾ ഈ സംഘടനകളുടെ കൂടെ നിൽക്കും തീർച്ചയായിട്ടും. കാരണം സർക്കാർ അയ്യപ്പന്മാരെ ഇടിച്ചു പിഴിയുമ്പോൾ ഞങ്ങൾ നടത്തുന്നു. അങ്ങനെയല്ലേ ഗാന്ധിജിയൊക്കെ നടത്തിയത്. ഉപ്പ് ടാക്സ് വന്ന ഉപ്പ് ഞങ്ങൾ ശേഖരിക്കും. ആ രീതി ചെയ്താൽ മതി. അല്ലാതെ പ്രസ്താവന നമ്മൾ ഉറക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉദാഹരണത്തിന് ഓഗസ്റ്റ് മാസം ഓണം കഴിഞ്ഞാൽ, ഓണത്തിന് ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ സന്നദ്ധ സംഘടനകൾക്കും ഹിന്ദു സംഘടനകൾക്കും യോഗം കൂടി നമുക്ക് തീരുമാനിക്കാം എന്തൊക്കെ മാറ്റം അവിടെ വരുത്തണം. കളക്ടറെ കാണാനും ഉദ്യോഗസ്ഥരെ കാണാനും ദേവസ്വം ബോർഡിനെ കാണാനും നമ്മൾ പടിയായിട്ട് ഒരു ക്രമ പദ്ധതി ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും സർക്കാരിന് കീഴടങ്ങേണ്ടി വരും. നമ്മളിത് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അടുത്ത വർഷം മുതൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ ആഗോള ഭീമന്മാരായിട്ടുള്ള വലിയ മുതലാളികൾ, ഇതര മതസ്ഥർ തന്നെ വന്ന് അവിടെ ഈ പറഞ്ഞ ക്ലെയിം ഉന്നയിക്കും. ആദ്യം ഒരു സൗജന്യം തരും, സൗജന്യ ശൗചാലയം, 5 സ്റ്റാർ ഫെസിലിറ്റി, ഇതൊക്കെ അവർ വരും. വിമാനത്താവളം കൂടെ വരുമ്പോ എല്ലാം ഓക്കേ. അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു ബുദ്ധിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ശബരിമലയുള്ള അമിതമായ പ്രേമം കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പാരമ്പര്യ ക്ഷേത്രങ്ങൾ, കാനന ക്ഷേത്രങ്ങൾ, കുലദേവതാ ക്ഷേത്രങ്ങൾ, ഇവയൊക്കെ നമ്മൾ ടൂറിസത്തിന്റെ ഭാഗമാക്കിയാൽ, സ്പിരിച്വൽ ടൂറിസം എന്ന വാക്ക് ഉപയോഗിച്ചാൽ ഏതവനും കയറി ഇൻവെസ്റ്റ് ചെയ്യാം, ഏതവനും അവിടെ എന്തും ചെയ്യാൻ സാധിക്കും.
അത്തരത്തിൽ ആഗോള മുതലാളിമാരെ തെളിച്ചുകൊണ്ട് വരുന്ന ഒരു വലിയ പദ്ധതി നടക്കുന്നുണ്ട്. അത് നാം ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കാരണം ശബരിമല ക്ഷേത്രത്തിന് ചുറ്റോട് ചുറ്റും ഒരു ഇടവക പോലും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പോലും ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളും കച്ചവടക്കാരിൽ ഇതര മതസ്ഥർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പറയും അയ്യപ്പന് മതമില്ല, ജാതിയില്ല. ഇപ്പോൾ തൽക്കാലം സനാതന ധർമ്മത്തിന്റെ ഭാഗമായ തന്ത്ര സമുച്ചയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പൂജയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ പൂർവ്വകാലത്തെയൊക്കെ നിങ്ങൾ ഉന്നയിക്കാം, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അതൊരു ഹൈന്ദവ ക്ഷേത്രമാണ്. പൂർവ്വകാലത്ത് ബൗദ്ധ ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പൂർവ്വകാലത്തെ പൂജാവിധികൾ വ്യത്യസ്തമായിരുന്നു, അത്രമാത്രം. അപ്പോഴും സനാതന ധർമ്മത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന അനിൽജി വലിയ അപകടം നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടായിരിക്കാം കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കാതെ അതിന്റെ വായിൽ പിന്നെ മണ്ണ് വാരി ഇട്ടുകൊണ്ടേയിരിക്കുന്നത്? കുഞ്ഞിന് പുതിയ പിതൃത്വങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയ ആളുകളെ വിളിച്ചു വരുത്താൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഈ എയർപോർട്ട് വരണം എന്ന് പറയുന്ന ആളുകൾ, അത് എയർപോർട്ടിന് കൂടെ സ്പിരിച്വൽ ടൂറിസം വലുതാണെന്ന് ആഗ്രഹിക്കുന്നവര്, അവര് സനാതന ധർമ്മം ഇത് വെച്ച് കൂടുതൽ കാശ് എങ്ങനെ ഉണ്ടാക്കാം, ഈ കൂടുതൽ കാശ് എങ്ങനെ മാത്രം ചിന്തിക്കുന്ന നമ്മൾ പറയില്ലേ, വെറും കച്ചവടക്കാരാണ്, വെറും കച്ചവടക്കാരാണ്. അപ്പൊ ഈ കച്ചവടക്കാർക്ക് ഒരു മനസ്സേ ഉള്ളൂ, അവർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഭേദമില്ല. ഈ ശബരിമല നന്നാക്കണമെങ്കിൽ ആർക്കും ആവാമല്ലോ, ആർക്കും ആവാം. സ്വതന്ത്രമായിട്ട് അവിടെ ചെങ്ങന്നൂർ മുതൽ ശബരിമല വരെ ബസ് സർവീസ് നടത്താം, തീർച്ചയായിട്ടും നടത്താം. ഇപ്പൊ വലിയ 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 മഠങ്ങൾക്ക് സാധിക്കും, വലിയ വലിയ സംഘടനകൾക്ക് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? ഓരോ ശബരിമല സീസൺ വരുന്നതിന് മുമ്പും ഓഗസ്റ്റിൽ നട തുറന്നു കഴിഞ്ഞാൽ, ഓണത്തിന് അല്ലെങ്കിൽ ഓണത്തിന്റെ നട തുറപ്പ് കഴിഞ്ഞാൽ ഉടൻ ആലോചനാ യോഗം കൂടി 5 പടികളായിട്ട് സർക്കാരിനെ കണ്ട് കൃത്യമായ ഡിമാൻഡ്സ് വെക്കുകയും അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ, ഇല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ചെയ്യണം. നാമജപ സമരമല്ല, ജനകീയ പ്രക്ഷോഭം. അതായത് ഇപ്പൊ ഒരു മുസ്ലിം സംഘടനയ്ക്ക് ഹജ്ജിന് സബ്സിഡി കൊടുക്കാതെ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി ഒരു സൗകര്യം ചെയ്യാതെ ഇരുന്നാൽ മുസ്ലിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ ഹിന്ദുക്കൾ പ്രതികരിച്ചാൽ മാത്രമേ ഇവിടെ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഫെസിലിറ്റിയും കേന്ദ്രവും കേരളവും കൊടുക്കാൻ കാരണം എന്താണ്? അത്രയ്ക്ക് ചെറിയ സമൂഹം അല്ല അവർ, വളരെ പ്രബലമായ പ്രതികരിക്കുന്ന സമൂഹമാണ്. അപ്പൊ നമുക്കും പ്രതികരിക്കാൻ കഴിയുമെന്ന് കേരള സർക്കാർ അറിയട്ടെ. ചൂഷണം ചെയ്യുന്ന ബസിന്റെ ഈ പറഞ്ഞ പോലെ പണം കൂട്ടുന്നതിനെതിരെ നമുക്ക് പിന്നെ നാമജപമോ അല്ലെങ്കിൽ പട്ടിണി കിടക്കലോ ഒന്നുമല്ല. നമ്മൾ ചെയ്യേണ്ടത് ശക്തമായ രീതിയിൽ സർക്കാരിന് ഇളക്കം വരുന്ന രീതിയിൽ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ 4 സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ഇളകി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അത്തരത്തിൽ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഓരോ സീസണിലും നമ്മളൊക്കെ കൂടിയിരുന്ന് ഇങ്ങനെ കരയല്ലാതെ നമുക്ക് ആർക്കും സത്യം പറഞ്ഞ, ഞാൻ അടക്കമുള്ളവർ അതിൽ പ്രതികളാണ്. എന്ന് വെച്ചാൽ എനിക്കും എൻ്റെത് വലിയ സംഘടനയൊന്നുമല്ല, പക്ഷെ എങ്കിലും നമുക്കും പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെന്ത് വേണം? സ്പിരിച്വൽ ടൂറിസം എന്ന ഈ വ്യാജ വാണിഭ ചിന്ത ഒഴിവാക്കി ശബരിമലയായി ഇരിക്കാൻ വേണ്ടി അതിനനുസരിച്ചിരുന്ന ആചാരങ്ങൾ മാത്രമേ, ആചാര പരമോധർമ്മ എന്നാണ്, ആചാരം പരമമായ ധർമ്മമാണ് നാം മനു പറയുന്നത്. ആ പരമധർമ്മത്തെ മാറ്റി വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ചിട്ടകളുണ്ട്. ശബരിമല ഒരു കാനന ക്ഷേത്രമാണെന്ന് മറന്നുപോയിട്ട് അവിടെ എയർപോർട്ടും മറ്റു ഫെസിലിറ്റി അല്ല വരേണ്ടത്, അവിടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് വേണ്ടത്. ഭക്തരിൽ ഒരു വലിയ ശതമാനം, നേരത്തെ സുരേഷ് ബാബു സാറ് പറഞ്ഞതുപോലെ, ത്യാഗത്തോടു കൂടി പോകാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ അർത്ഥം അവർക്ക് മൂത്രപ്പുര വേണ്ടെന്നോ മലവിസർജനം ചെയ്യാൻ സൗകര്യം വേണ്ടെന്നോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു മരുന്ന് ചികിത്സ വേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യം വേണ്ടെന്നോ അല്ലെങ്കിൽ പിന്നെ നടപ്പന്തലില് തണൽ വേണ്ടെന്നോ വെള്ളം വേണ്ടെന്നോ അല്ല. അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന മാനുഷിക പരിഗണന വെച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. അതിനുള്ള ശക്തി ഉണ്ടാവണം. അതല്ലേ ഞാനിപ്പോ ഓർക്കുകയാണ് അനിൽജി, ബാൽ താക്കറെയോട് ഒരിക്കല് പറഞ്ഞു, എന്തോ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ക്രിക്കറ്റ് നടത്തും, വന്നിട്ട് ഇവിടെ ഞങ്ങൾ നടത്തും, ഇല്ലെങ്കിൽ ഇവിടെ ഓരോ ഹിന്ദു സ്ത്രീയും അനുഭവിക്കുന്ന ഒരു മുസ്ലിം നേതാവ് പറഞ്ഞു. ഉടനെ ബാൽ താക്കറെ പറഞ്ഞു, അങ്ങനെ ഒരാൾക്കെങ്കിലും അനുഭവം ഉണ്ടായാൽ ഹജ്ജിന് ഒരൊറ്റ വിമാനം ഇടുന്ന് പറന്നു പൊന്തില്ല, അത് ഞങ്ങൾ ഉറപ്പാക്കുന്നു പറഞ്ഞു. അവരത് ആ സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സംഘടനയായിട്ട് പോലും അവരാ ഭീഷണി ഭരിച്ചു. അവർ ചെയ്യും, പറഞ്ഞാൽ ചെയ്യും. അതുകൊണ്ട് ഒരൊറ്റ എഴുത്തിനും പിന്നെ ഒരു ഹിന്ദു സ്ത്രീയെ തൊടാൻ ധൈര്യം കാണിച്ചില്ല, ഒറ്റ എഴുത്തിനും. ആ തരത്തിൽ നമ്മൾ പ്രസ്താവനകളിലെ വടിവത്ത ഭാഷ ഒഴിവാക്കിയിട്ട് നാമം ജപിക്കലും ഏകാദശി വ്രതം നോക്കുകയും ചെയ്യാതെ അതിശക്തമായി സർക്കാരിനോട് പ്രതികരിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? എന്റെ ചോദ്യം അതാണ്. കാരണം ഈ സർക്കാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, യതീഷ് ചന്ദ്രയെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ മനോജ് എബ്രഹാമിനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മുടെ സ്ത്രീകളെയല്ലേ പിടിച്ചു വലിച്ചഴിച്ചതും നമ്മുടെ ഭക്തന്മാരല്ലേ അടിച്ചു പറപ്പിച്ചതും. അപ്പൊ ഇത്രയൊക്കെ കിട്ടിയിട്ടും
പിന്നെ എന്തോ ഒരു ലക്ഷ്യം നോക്കിയിട്ട് നമ്മൾ പറയുമല്ലോ, പിന്നെ കാള കുറച്ച് കൂടുതൽ നടക്കട്ടെ, വൃഷണം വീഴുമ്പോ തിന്നാൻ ആലോചിച്ച് പുറകെ നടക്കുന്ന കുറുക്കന്മാരെ പോലെയാണ് രാഷ്ട്രീയ കക്ഷികളും സംഘടനകളും പ്രവർത്തിക്കുന്നത്. കുറെ അയ്യപ്പന്മാർ അനുഭവിക്കട്ടെ അപ്പൊ പഠിച്ചോളുന്ന ഒരു കൂട്ടര്, മറ്റൊരു കൂട്ടർ പറയുന്നത് കുറെ അനുഭവിക്കട്ടെ അപ്പൊ മുതലാളിമാരെ വിളിച്ചു വരുത്തി സഹായിക്കാം, ആ സഹായത്തിന് ശേഷം ശബരിമലയിൽ എന്തും ചെയ്യാനുള്ള അധികാരം മുതലാളിമാർക്ക് തീർത്തി കൊടുക്കാം എന്ന ചിന്തയിലാണ് നിൽക്കുന്നത്. ഇത് അപകടകരമാണ്, സംശയമില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഇപ്പൊ ഞാൻ പറയാം, പമ്പ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പടിക്കെട്ടൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ് അനിൽജി. അതെ അതെ ശരിയാ. അവിടേക്ക് കയറി പോകുമ്പോൾ ഇപ്പൊ ഈ മഴയും കൂടി പെയ്ത, അവിടെ നന്നായി മഴ പെയ്യുന്ന പ്രദേശമാണ്. മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തിന് നമ്മൾ ജീവിച്ചിരിക്കണം? ആലോചിച്ച് നോക്കും. പമ്പയിൽ നേരത്തെ പറഞ്ഞ പോലെ പമ്പ സദ്യക്ക് സൗകര്യമില്ല, ഒരു കുന്തത്തിന് സൗകര്യമില്ല. പമ്പയിലേക്ക് കയറി പിന്നെ മലിനജലം ഒഴുക്കുകയാണ്. നമ്മൾ ഇവിടെ പിന്നെ ഏകാദശി വ്രതം തുളസി വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിക്കണം. നമ്മളിൽ ക്ഷാത്രവീര്യം ഉണ്ടല്ലോ. അത്തരത്തിലൊരു പ്രക്ഷോഭം ഈ നാട്ടിൽ ഏതെങ്കിലും സംഘടന, എനിക്ക് സംഘടനയില്ല, ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ ചെയ്യുവാണെങ്കിൽ അതിനെ മുമ്പിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്റെ ഭാഗത്ത് ചെയ്യാവുന്ന, ഹനുമാൻ പറഞ്ഞല്ലോ അണ്ണാറക്കണ്ണും തന്നാറായോ ഞാൻ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്നറിയുമോ? സ്പിരിച്വൽ ടൂറിസം കൊണ്ടുവരാനുള്ള പോക്കാണ്. ശബരിമലയിൽ പിണറായി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം വലിയ വലിയ മുതലാളിമാരെ കൊണ്ടുവന്നിട്ട് അവർക്കടക്കം ക്ഷേത്രത്തിൽ ഒരു സ്റ്റേ ഉണ്ടാക്കി കൊടുക്കുന്ന വിധമുള്ള ഏറ്റവും അപകടകരമായ അയ്യപ്പ ധർമ്മത്തിനെതിരായ കാര്യമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നാം പ്രതികരിച്ചില്ലെങ്കിൽ ഈ കരയാൻ തല ബാക്കിയുണ്ടാവില്ല.